എല്ലാവർക്കും ലീഡ് ഐഎസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഇന്ത്യയുമായി കൈകോർത്തിട്ട് ഇത് 80 വർഷം. IUCNന്റെ സിഗ്നിഫിക്കന്റ് കൺസേൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട് പശ്ചിമഘട്ടം. മിലിറ്ററി കോംബാറ്റ് പാരച്യൂട്ട് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യ. ആകാശ കാഴ്ചകൾ ഒരുക്കി വാൽനക്ഷത്രങ്ങൾ. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ORS ലേബലിംഗ് നിരോധിച്ച് ഫിസായ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം നേടി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഇന്ത്യയുമായി കൈകോർത്തിട്ട് ഇത് 80 വർഷം തികയുന്നു. 1945 ഇന്ത്യ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനിൽ അംഗമാകുന്നത്. 2025 ലോക ഭക്ഷ്യദിനത്തിൽ ഇന്ത്യയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ 80ാം വാർഷികം ആഘോഷിച്ചു. ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ എടുത്തു കാണിക്കുന്നതാണ് ഈ 80 വർഷങ്ങൾ. 1945 റോം ആസ്ഥാനമായാണ് FAO സ്ഥാപിതമാകുന്നത്. ബെറ്റർ പ്രൊഡക്ഷൻ, ബെറ്റർ ന്യൂട്രീഷൻ, ബെറ്റർ എൻവയോൺമെന്റ് ആൻഡ് എ ബെറ്റർ ലൈഫ് ഫോർ ഓൾ എന്നതാണ് ഈ സംഘടനയുടെ മോട്ടോ. അന്താരാഷ്ട്ര ഏകോപനത്തിലൂടെയും നയ രൂപീകരണത്തിലൂടെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 62 സൂചികങ്ങളുടെ കാവൽക്കാരനായി FAO പ്രവർത്തിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ കൈവരിക്കുക എന്ന ദീർഘകാല പ്രതിബദ്ധതയെ FAO ശക്തിപ്പെടുത്തി. ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മെച്ചപ്പെടുത്താൻ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നീ സംവിധാനങ്ങൾക്ക് പുറകിലും ഈ സംഘടനയുടെ സഹകരണമുണ്ട്. 146 ദശലക്ഷം ചെറുകിട കർഷകരുള്ള ഇന്ത്യയിൽ PM കിസാൻ, ഫസൽ ബീമ യോജന, സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം എന്നീ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും FAO ആണ്. ഇന്ന് ഈനാം, കിസാൻ ഡ്രോൺ ഇനിഷ്യേറ്റീവ്, മില്ലറ്റ് മിഷൻ തുടങ്ങിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത, കാലാവസ്ഥാ പ്രതിരോധം എന്നിവയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. 2047 ഇന്ത്യയുടെ വികസിത് ഭാരത് എന്ന ദർശനത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. IUCNന്റെ സിഗ്നിഫിക്കന്റ് കൺസേൺ ലിസ്റ്റിൽ ഉൾപ്പെട്ട് പശ്ചിമഘട്ടം. വെസ്റ്റേൺ ഘട്ട്സിനെയും 2 നാഷണൽ പാർക്കുകളെയുമാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ 6 സംസ്ഥാനങ്ങളിലായി 1600 കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗംഭീര പർവ്വത നിരയാണ് പശ്ചിമഘട്ടം. ഇതൊരു ആഗോള ജൈവ വൈവിധ്യ കേന്ദ്രം കൂടിയാണ്. യുനെസ്കോയുടെ പ്രകൃതിദത്ത ലോക പൈതൃക സ്ഥലമായി അംഗീകരിക്കപ്പെട്ട ഈ പാരിസ്ഥിതിക മേഖല ഏറെ ശ്രദ്ധ ആവശ്യമുള്ള വർദ്ധിച്ചുവരുന്ന ഭീഷണികളെ നേരിടുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പശ്ചിമഘട്ടത്തെയും 2 ഇന്ത്യൻ ദേശീയോദ്യാനങ്ങളായ മാനസ് വന്യജീവി സങ്കേതത്തെയും സുന്ദർബൻസ് ദേശീയോദ്യാനത്തെയും അതിൻ്റെ വേൾഡ് ഹെറിറ്റേജ് ഔട്ട്ലുക്ക് 4 റിപ്പോർട്ടിൽ പ്രധാന ആശങ്ക ഉള്ള മേഖലകളായി തരംതിരിച്ചത്. ഈ മേഖലകളിലെ അടിയന്തര സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഇത് ഉയർത്തിക്കാട്ടുന്നു. ദ ഗ്രേറ്റ് എസ്കാപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടം 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഹിമാലയത്തെക്കാൾ പഴക്കമുള്ളതാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഏകദേശം 7400 സസ്യയിനങ്ങൾ, 139 സസ്തനി ഇനങ്ങൾ, 508 പക്ഷി ഇനങ്ങൾ, 179 ഉഭയജീവി ഇനങ്ങൾ എന്നിങ്ങനെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് ഇവിടം. ഇവയിൽ പലതും ഭൂമിയിൽ മറ്റൊരിടത്തും കാണാത്തവ കൂടിയാണ്. IUCNന്റെ നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെട്ടതോടെ ഈ മേഖലയുടെ സംരക്ഷണത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയിരിക്കുകയാണ് ഗവൺമെന്റുകൾ. മിലിറ്ററി കോംബാറ്റ് പാരച്യൂട്ട് സിസ്റ്റം തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യ. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ ഒരു പ്രധാന നേട്ടം കുറിച്ച് ഇന്ത്യൻ വ്യോമസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ പാരച്യൂട്ട് സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വിശാൽ ലാഖേസ്, മാസ്റ്റർ വാറന്റ് ഓഫീസർമാരായ RJ സിംഗ്, വിവേക് തിവാരി എന്നിവർ 32,000 അടിയിൽ നിന്നും ഫ്രീ ഫോൾ ജമ്പ് നടത്തി മിലിറ്ററി കോംബാറ്റ് പാരച്യൂട്ട് സിസ്റ്റം അഥവാ MCPS വിജയമെന്ന് ഉറപ്പിച്ചു. 25,000 അടിക്ക് മുകളിൽ വിന്യസിക്കാൻ കഴിയുന്ന നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരേ ഒരു പാരച്യൂട്ട് സിസ്റ്റമാണിത്. DRDOയുടെ ആഗ്രയിലെ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ബംഗളൂരുവിലെ ഡിഫൻസ് ബയോ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോമെഡിക്കൽ ലബോറട്ടറി എന്നിവ വികസിപ്പിച്ചെടുത്ത MCPS ആധുനിക വ്യോമയാന പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ പ്രവർത്തനശേഷികളെ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു.
പർവ്വത പ്രദേശങ്ങൾ, തർക്ക പ്രദേശങ്ങൾ തുടങ്ങി വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉയരത്തിലുള്ള പാരച്യൂട്ട് സംവിധാനങ്ങൾ നിർണായകമാണ്. ഇത്തരം പ്രദേശങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക സേനകൾക്കും വ്യോമസേനാ യൂണിറ്റുകൾക്കും അവ ഒരു ലിവറേജ് നൽകുന്നു. ശത്രു റഡാറുകളിൽ നിന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി പാരാട്രൂപ്പർമാരെ ഇറങ്ങാനും വലിയ ദൂരം സഞ്ചരിക്കാനും അനുവദിക്കുന്നതിന് MCPS പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. കുറഞ്ഞ ഓക്സിജൻ അളവ്, വളരെ താഴ്ന്ന താപനില, ശക്തമായ കാറ്റ് തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ കൂടി ഇത് സജ്ജമാണ്. ഹിമാലയം പോലുള്ള ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ രഹസ്യമായ ഇടപെടലുകൾ നടത്തുക, ദ്രുത സൈനിക വിന്യാസം, ദുരന്ത പ്രതികരണം ഉറപ്പുവരുത്തുക എന്നിവയിൽ ഈ സംവിധാനം വളരെയധികം ഉപയോഗപ്രദമാകും. ഇന്ത്യൻ പ്രതിരോധ സേന ഉപയോഗിക്കുന്ന നിലവിലുള്ള പാരച്യൂട്ട് സംവിധാനങ്ങളിലൊന്നും ലഭ്യമല്ലാത്ത മെച്ചപ്പെടുത്തിയ സവിശേഷതകളാണ് ഇവയെല്ലാം തന്നെ. ആകാശ കാഴ്ചകൾ ഒരുക്കി വാൽനക്ഷത്രങ്ങൾ. വടക്കൻ അർദ്ധഗോളത്തിലുള്ളവർക്ക് ഒരേ രാത്രിയിൽ അത്യപൂർവമായി 2 വാൽനക്ഷത്രങ്ങളെയാണ് കാണാൻ സാധിച്ചത്. സൂര്യനെ ചുറ്റുന്നതും ചെറുതും പാറക്കെട്ടുകളുള്ളതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ ആസ്റ്ററോയിഡ്സ്. ഇവയിൽ ഭൂരിഭാഗവും ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥത്തിന്റെ ആദ്യകാല രൂപീകരണത്തിന്റെ അവശിഷ്ടങ്ങളാണ് അവ. വ്യാഴത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണം കാരണം അവ ഒരിക്കലും ഗ്രഹങ്ങളായി സംയോജിച്ചില്ല. ചെറിയ പാറക്കഷ്ണങ്ങൾ മുതൽ 100 കണക്കിന് കിലോമീറ്റർ വീതിയിൽ വരെ ഇവരുടെ വലിപ്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചിഹ്നഗ്രഹങ്ങളെ കൂടുതലും പാറ, ലോഹം അല്ലെങ്കിൽ രണ്ടിന്റെയും സംയോജനം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലതിൽ വിലയേറിയ ധാതുക്കൾ പോലും അടങ്ങിയിരിക്കുന്നു. മിക്കതും സ്ഥിരതയുള്ള ഭ്രമണപഥങ്ങളിൽ തുടരുമ്പോൾ ചിലത് ഇടയ്ക്കിടെ ഭൂമിയോട് അടുക്കുന്നു. അവയുടെ പഠനം ശാസ്ത്രജ്ഞരെ ഗ്രഹങ്ങളുടെ ഉത്ഭവവും സൗരയൂഥത്തിന്റെ ചരിത്രവും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ആസ്ട്രോയിഡ് 2024 ക്വിജി, 2021 RA10 എന്നീ ചിഹ്നഗ്രഹങ്ങളാണ് അടുത്തിടെ ഭൂമിയെ കടന്നുപോയത്. ഭൂമിക്ക് വളരെ അടുത്തായി ഈ ചിഹ്നഗ്രഹങ്ങൾ എത്തുന്നത് കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ്. ആസ്ട്രോയിഡ്സ് ഒരിക്കലിടിച്ചാൽ ഭൂമിയുടെ പല ഭാഗങ്ങളും ചിതറിപ്പോകും. ചിലപ്പോൾ ഭൂമി തന്നെ ഇല്ലാതാവുന്നതിനും അത് കാരണമാകും. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും എല്ലാം ഭൂമിയിൽ പതിച്ചിരുന്നു. അങ്ങനെയാണ് ദിനോസറുകൾ പോലുള്ള ജീവിവർഗങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത്. നാസയുടെ JPL ഇവയെ കൃത്യമായി നിരീക്ഷിക്കുന്നതും അതുകൊണ്ടാണ്. ഇവയെ കൃത്യമായി നിരീക്ഷിക്കുകയും ഏതൊക്കെ സമയത്ത് ഇവ വീണ്ടും തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കുകയും എല്ലാം ചെയ്യേണ്ടത് ബഹിരാകാശ അപകടങ്ങളെ പഠിക്കുന്നതിൽ നിർണായകമാണ്. ബെനു, അപ്പോഫസ് തുടങ്ങിയ ഭൂമിയെ ഇടിക്കാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്നുണ്ട്. അപ്പോഫസിനെ വളരെ ആശങ്കയോടെയാണ് നാസ കാണുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ORS ലേബലിംഗ് നിരോധിച്ച് ഫിസായി. ഈ കർശനമായ നിയന്ത്രണങ്ങളെ ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. ഇന്ത്യയിലെ ഭക്ഷ്യനിയന്ത്രണ ഏജൻസിയായ ഫിസായ് അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഭക്ഷ്യപാനീയ കമ്പനികൾക്ക് എല്ലാ ഉൽപ്പന്ന നാമങ്ങളിൽ നിന്നും ലേബലുകളിൽ നിന്നും വ്യാപാര മുദ്രകളിൽ നിന്നും ORS എന്ന പദം നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇതിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം ഫ്രൂട്ട് ബേസ്ഡ് ആയ കാർബണേറ്റ് ചെയ്യാത്ത റെഡി ടു ഡ്രിങ്ക് ഉൽപ്പന്നങ്ങളിൽ ORS എന്ന ലേബൽ ഉപയോഗിക്കുന്നത് 2006 ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമത്തിന്റെ ലംഘനമാണ്. This product is not an ORS formula as recommended by WHO എന്ന ഡിസ്ക്ലൈമർ ഉൽപ്പന്നങ്ങളിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അവയുടെ പേരിനോടൊപ്പം ORS എന്ന ലേബൽ ഉപയോഗിക്കാൻ ഇതുവരെ കമ്പനികളെ അനുവദിച്ചിരുന്നു. എന്നാൽ ORS എന്ന പേരിൽ വിൽക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ചതിനു ശേഷവും കുട്ടികൾ കടുത്ത നിർജ്ജലീകരണവും വയറിളക്കവും അനുഭവിക്കുന്നതിന്റെ നിരവധി കേസുകൾ നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ഈ പാനീയങ്ങളിൽ അമിതമായ പഞ്ചസാരയും തെറ്റായ ഇലക്ട്രോലൈറ്റ് ബാലൻസും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ORS എന്ന ലേബൽ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. തുടർന്നാണ് WHO നിർദ്ദേശപ്രകാരം മെഡിക്കലി ഫോർമുലേറ്റഡ് ആയ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷന് മാത്രമേ ഈ ലേബൽ നൽകാവൂ എന്ന് തീരുമാനമുണ്ടായത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ അവസരം നേടി ഇന്ത്യ. 2010 ന്യൂഡൽഹി അവസാനമായി കോമൺവെൽത്ത് ഗെയിംസ് ഹോസ്റ്റ് ചെയ്യുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആതിഥേയ നഗരമായി അഹമ്മദാബാദിനെ ശുപാർശ ചെയ്തു. കോമൺവെൽത്ത് സ്പോർട്സ് എക്സിക്യൂട്ടീവ് ബോർഡാണ് ശുപാർശ ചെയ്തത്. 2010 ഇന്ത്യ അവസാനമായി കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത്. 2025 നവംബർ 26 ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയിൽ
അന്തിമ തീരുമാനമെടുക്കുമെന്ന് കോമൺവെൽത്ത് സ്പോർട്സിൻ്റെ പ്രസ്താവനയിൽ പറയുന്നു. അംഗീകാരം ലഭിച്ചാൽ ഡൽഹിക്ക് ശേഷം കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ നഗരമായി അഹമ്മദാബാദ് മാറും. കോമൺവെൽത്ത് ഗെയിംസ് എന്നത് കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ അംഗങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവൻ്റാണ്. 4 വർഷത്തിലൊരിക്കൽ ഇത് നടക്കുന്നു. 1930 ഇതാദ്യമായി നടന്നത്. അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യം, സമാധാനം, സാംസ്കാരിക കൈമാറ്റം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാലാണ് ഇതിനെ പലപ്പോഴും സൗഹൃദ ഗെയിംസ് എന്ന് വിളിക്കുന്നത്. പങ്കെടുക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമുള്ള ചില പരമ്പരാഗത ഗെയിമുകൾക്കൊപ്പം അത്ലറ്റിക്സ്, നീന്തൽ, ബാഡ്മിൻ്റൺ, ഹോക്കി തുടങ്ങിയ വൈവിധ്യമാർന്ന കായിക ഇനങ്ങളും ഈ പരിപാടിയിൽ ഉൾപ്പെടുന്നു. കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക് മികവ് മാത്രമല്ല, ഒരു കാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങൾക്കിടയിലെ സമത്വം, വൈവിധ്യം, പരസ്പര ബഹുമാനം എന്നിവയിലൂടെ പങ്കിട്ട മൂല്യങ്ങളെയും ആഘോഷിക്കുന്നു. 2036 ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാനുള്ള വിശാലമായ താൽപ്പര്യത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കാൻ ബിഡ് സമർപ്പിച്ചത്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Lead IAS Junior, India's #1 civil services talent development course for school students.